ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഒരു ചുരിദാർ ടോപ്പാണേ. ഇതാണ് എൻ്റെ കഴുത്ത്. അതൊക്കെ ഞാൻ എന്താ പറയുക വെട്ടി റെഡിയാക്കി അയൺ ചെയ്തെല്ലാം വെച്ചു. ലോങ് വീഡിയോ ആവില്ലേ, അതുകൊണ്ടാട്ടോ. ഞാൻ ആദ്യമായിട്ടായ കാരണമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കുക, പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ ഈ കൊച്ചു സംരംഭം കൊണ്ടുപോകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബശ്രീയും യൂണിറ്റ് എൻ്റെ ഫ്ലക്സൊക്കെ അടിച്ചിട്ട് 2 ദിവസമായി കിട്ടിയിട്ട് ഇപ്പം ആദ്യമായിട്ടാണ് ഇന്ന് ഇതൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുകയാണേ. ഇന്ന് തയ്ക്കുന്നത് ഈ ചുരിദാറിൻ്റെ ടോപ്പാട്ടോ. ഇത് ഫുൾ പ്ലെയിനാണ്. ഇതിലാണ് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഈ കളറാണ്. അപ്പോൾ അതാണ് ഇതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ വെട്ടിയെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെയല്ല അകവശം ചെയ്തിട്ട് പുറം വശത്തുനിന്ന് രണ്ടും നല്ല വശവും പൊട്ടവശവും നല്ല വശവും ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് മറിച്ചടിക്കുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ നല്ല വശവും വെട്ടി വെച്ച കഴുത്തിൻ്റെ നല്ല വശവും ചുരിദാറിൻ്റെ ലൈനിങ് വെച്ച വശവും ഒരുമിച്ച് വെച്ചിട്ട് നടുഭാഗം ഇങ്ങനെ ശരിക്കും അടിച്ചു വിട്ട ലൈൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ ഇതേ ഷേപ്പിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് തരണട്ടെന്ന്. പുതിയ അടിച്ചു കൊടുത്തിട്ട് പണി കിട്ടും. അപ്പം ഞാൻ കഴുത്ത് അതുപോലെ അടിച്ചിട്ട് വെട്ടിയെടുത്തിട്ട് അതിന് ഉൾഭാഗം ചെറുത് കട്ടിങ് കൊടുത്തിട്ട് മറിച്ച് വെച്ച് അടിച്ചു കിട്ടാം. മറിച്ച് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അത് അടിച്ച് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ അരി കൂടെ കഴുത്തിൻ്റെ അരിക്കുമ്പത്തിൽ കൂടെ അടിക്കാം. ഞാനിത് ഫുള്ളും ഇങ്ങനെ അടിച്ച് കവർ ചെയ്തു. എന്നിട്ട് അതിൻ്റെ കോലമാണ് ഇങ്ങനെ. ഇഷ്ടമായി നമുക്ക് കാണാൻ വെച്ചു. നല്ല ഭംഗിയിൽ കാണാം. അപ്പം ഇതിങ്ങനെ കണ്ട് ഇഷ്ടമായ നിങ്ങൾ ഒരു ലൈക്ക് കാണുമ്പോൾ തന്നെ അടിക്കണേ. പിന്നെ ഇനി അടുത്തത് അതിൻ്റെ ടോപ്പാണ്. അത് സിഗരറ്റ് പാൻ്റ് അടിക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനത് ഒരു ഭാഗം അടിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് വെട്ടാൻ ഭയങ്കര പാടായിരുന്നു. പോളിസ്റ്റർ ആയ കാരണേ ഒഴുകി പോവുക. അപ്പം ഞാൻ പിന്നൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചേക്കണത്. അതൊക്കെ ഊരട്ടെ കേട്ടോ. ഇതിൻ്റെ രണ്ട് പാളിയാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ ഒന്ന് നീളത്തിൽ അടിക്കട്ടോ. അത് കൂട്ടി അടിക്കണം. അത് കൂട്ടി അടിച്ച് സെറ്റാക്കട്ടെ കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് അടിക്കണേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു രീതി വെച്ചാണ് അടിക്കുന്നത്. എൻ്റെ എളുപ്പത്തിന് ഞാനങ്ങനെ അടിക്കുന്നത്. അപ്പം ഞാൻ പാൻറ്റിൻ്റെ ബോട്ടാട്ട് അടിക്കുന്നത്.
അതിൻ്റെ അടിഭാഗം അടിക്കുകയാണ്. മടക്കി വെച്ചു കേട്ടോ 1.5 ഇഞ്ച്. അളവ് തന്ന ചുരിദാറിൽ അങ്ങനെയാണ്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഈ ബോട്ടൺ ഒരു വശം അടിച്ചു. ഇപ്പോൾ അടിച്ചതിൻ്റെ ആ കേവ് ഭാഗമില്ലേ, ഇങ്ങനെ ഇതാണ് കേട്ടോ, ഇങ്ങനെ അടിച്ചു. അതുപോലെ മറ്റേ കഷ്ണം അടിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഈ നടുഭാഗത്തെ പൊളിയില്ല, അത് ഞാൻ ഒരു വശം അടിച്ചു വെച്ചു. മറ്റേ വശം ഈ വശമില്ലേ, ഈ വശം ഒന്നും കൂടെ അടിക്കണം കേട്ടോ. അപ്പം അത് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ മുക്കാ ഭാഗത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഈ കാലിൻ്റെ അളവ് കറക്റ്റ് നോക്കി വെച്ചുട്ടാ. എന്നിട്ട് അത് അടിക്കണേ. ഇത് ഇലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ പട്ട അടക്കാട്ടാ, അടിക്കാണ്. മടക്കി അതിൻ്റെ അടിച്ച് നോക്കട്ടെ. ഈ കൈയിൻ്റെ സ്ലീവിൻ്റെ ഉണ്ടല്ലോ, ഇവിടെ പൈപ്പിംഗ് പോലെ വെക്കാനാണ്. ഇങ്ങനെ ചെറിയ ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പൈപ്പിംഗ് വെക്കാനാണ് കേട്ടോ. വെക്കണതാണ് കാണിക്കുന്നത്. എന്നാ ഇതിലിങ്ങനെ വെച്ചിട്ട് ഈ കൈയിൻ്റെ ഇവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഡിസൈനാവും, നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ഞാനത് അങ്ങനെ ഒന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ. കറക്റ്റ് നേരെ വെച്ചിട്ട് വേണേ ഇതെങ്ങനെ അടിക്കാൻ, അല്ലെങ്കിൽ അതിലൊരു പിരിച്ചിൽ പോലെ വരും. വിട്ടുണ്ട് ചെറുതായിട്ട്. ഈ തയ്ച്ച പോലെ തന്നെ ഞാൻ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ലീവ്. ഇപ്പോൾ രണ്ടിൻ്റെ ഇതിലൊരു പതിയും കൂടെ അടിക്കണം. കുറേ ലോങ് വീഡിയോ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ പറയണത്. അപ്പോൾ ഇതിങ്ങനെ രണ്ടും സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇതിൽ പ്ലെയിൻ തുണിയിലാവുമ്പോൾ കോട്ടൻ്റെ പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക ചെയ്യാറ്. എന്നിട്ട് പിന്നെ ഈ കഴുത്തല്ല ഈ ചുരിദാറിൻ്റെ ഇത് ബാക്ക് വശം ബാക്ക് പീസ് ഉണ്ടല്ലോ,
ആ ബാക്ക് പീസിൻ്റെ ഇത് നമ്മൾ കഴുത്തടിക്കുമല്ലോ, അതേപോലെ നേരത്തെ ഞാൻ അടിച്ചു വെച്ചു. ഇനി ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഈ ബോട്ടം ഈ ചുരിദാറിൻ്റെ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഷോളർ ഇങ്ങനെ കൂട്ടാം. ഷോളർ കൂട്ടി മറിച്ചിട്ടിട്ട് ഈ കൈയും വെച്ച് ചുരിദാറായി. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.